എവിടെ നിന്ന് നമ്മൾ നിർത്തിയോ അതിൻ്റെ ബാക്കിയായിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. പുക വിടണൊക്കെ എല്ലാവരും കണ്ടല്ലോ. അതിന് ശേഷം ഞങ്ങൾ പോയി നേരെ നമ്മൾ ട്രൈ ചെയ്തത് നമ്മുടെ ഉപ്പിലിട്ട പൈനാപ്പിൾ. അതിനകത്ത് ആ മസാലപ്പൊടിയൊക്കെ വിതറി അത് ആ വയലേക്ക് വെക്കുമ്പോൾ ആ എന്താ പറയുക, ഒരു സ്പൈസിയും ആ ഒരു മധുരമൊക്കെ ആയിട്ടുള്ളൊരു ടേസ്റ്റ്, അതൊരു വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. അതിന് ശേഷം ഞങ്ങൾ ട്രൈ ചെയ്ത സാധനമാണ് നമ്മളെ ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പുഡിംഗ് ഉണ്ട്. കരാമ ഫെസ്റ്റിവലിന് പോയവർക്കൊക്കെ അറിയാം, എല്ലാവരും തന്നെ ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണത്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങളെല്ലാവരും അത് ഷെയർ ചെയ്ത് ഞങ്ങൾ ഒരെണ്ണം മേടിച്ചോളൂ, അത് ഞങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി കഴിച്ചാണ്. പക്ഷേ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നല്ല ടേസ്റ്റാണെന്ന്. അപ്പം അതും ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ പോയത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റമായ നമ്മുടെ മസാല മുന്തിരി കഴിക്കാനാണ്. അതും ഒരു വെറൈറ്റി സാധനം തന്നെയാണ്. നമ്മൾ ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട പൈനാപ്പിൾ അങ്ങനത്തെയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും മസാല മുന്തിരി കഴിക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റഡ് ഉണ്ടായിരുന്നു. പക്ഷേ കഴിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി സൂപ്പർ സാധനമാണെന്ന്. അതിനകത്ത് ആ ഉപ്പിലിട്ട മുന്തിരിനകത്ത് ആ ഒരു അവരുടെ സ്പെഷ്യൽ മസാലയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് തരും. ഒരു വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ് അത്. അങ്ങനെ അതും ഞങ്ങൾ കഴിച്ചതിന് ശേഷം നേരെ പോയത് മലബാർ പ്ലേറ്റ് റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ നടക്കുന്ന ഒരു വെറൈറ്റി സാധനമുണ്ട്. അവിടെ ഇപ്പം നമ്മളെല്ലാവരും തന്നെ വീഡിയോകളിൽ കണ്ടിട്ടുണ്ടാവും, ഒരു തേജസിൻ്റെ തല്ലുമാങ്ങ എന്ന് പറഞ്ഞ സാധനം. ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. അങ്ങനെ ഞാനും ഓർഡർ ചെയ്തു ഒരു തേജസിൻ്റെ തല്ലുമാങ്ങ. ഒരു രക്ഷയില്ലാത്ത സാധനമായിരുന്നു. അവനായിട്ട് ചുരുട്ടി ആ മസാലയൊക്കെ ഇട്ട് ഒന്ന് ചുരുട്ടി ആ തല്ലിനകത്ത് ആ മാങ്ങയൊക്കെ ചതഞ്ഞിരുന്ന് എന്താണെന്നറിയാം, ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ആ സാധനം. അത് വളരെ നന്നായി, ഞങ്ങൾക്ക് അതും ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതും മേടിച്ച് കഴിച്ച് പിന്നെയും കുറേ അതിലൂടെയൊക്കെ നടന്ന് എന്താ പറയുക, അപ്പോൾ ഉണ്ട് ഒരു കൊച്ചു മിടിക്കും നല്ല അടിപൊളിയായിട്ടൊരു പാട്ടൊക്കെ പാടുന്നുണ്ട്. അതൊക്കെ കണ്ട് എനിക്ക്